എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഇപ്പോൾ സെൻസസ് സംബന്ധമായ പ്രവർത്തനങ്ങൾ തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ സെൻസസ് സംബന്ധമായ പ്രവർത്തനങ്ങൾക്ക് ഒരു പഞ്ചായത്തിൻ്റെ വാർഡ് മാർക്ക് ചെയ്ത മാപ്പ് നമുക്ക് എങ്ങനെ സെൻസസ് ഓഫ് ഇന്ത്യയുടെ പോർട്ടലിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്ന രീതിയിലേക്ക് ഷെയ്പ്പ് ഫയലായിട്ട്, അതിന് KML ഫയൽ എന്നാണ് പറയുന്നത്, ഷെയ്പ്പ് ഫയലാക്കി മാറ്റാം എന്നാണ് ഈ വീഡിയോയിൽ പറയുന്നത്. വളരെ പെട്ടെന്ന് 5 മിനിറ്റിനുള്ളിൽ ഒരു പഞ്ചായത്തിൻ്റെ ഒരു മാപ്പ് നമുക്ക് എക്സ്പോർട്ട് ചെയ്തെടുക്കാൻ പറ്റും. അത് കൃത്യമായിട്ട് നാച്ചുറൽ ബൗണ്ടറീസ് ഉൾപ്പെടെ അതിനകത്ത് എഡിറ്റ് ചെയ്ത് വരയ്ക്കാനും പറ്റുന്ന ഒരു മെത്തഡാണ് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. വെറും 5 മിനിറ്റേ നമുക്ക് ഇതിനായിട്ട് എടുക്കത്തുള്ളൂ. അതെങ്ങനെ ചെയ്യുന്നതെന്നുള്ളത് നോക്കാം. അതിനായിട്ട് ആദ്യം ഈ വാർഡ് മാപ്പ് കിട്ടാൻ KSMARTൻ്റെ വാർഡ് മാപ്പ് .KSMART.live, ഞാൻ ഈ ലിങ്കുകളെല്ലാം ഞാൻ വീഡിയോയിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് പറയുന്നുണ്ട്. ലൈവ് എന്ന് പറയുന്ന ആ സൈറ്റ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ രൂപത്തിലുള്ള കാണാൻ പറ്റില്ല. അതിൽ സെലക്ട് ഡിസ്ട്രിക്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട്. ഞാനിപ്പോൾ ഇവിടെ സെലക്ട് ചെയ്യുന്നത് കൊല്ലം. ലോക്കൽ ബോഡി ടൈപ്പ് എന്ന് പറയുന്നത് ഗ്രാമപഞ്ചായത്ത്. സെലക്ട് ലോക്കൽ ബോഡി എന്ന് പറയുന്നത് പൂതക്കുളം, എൻ്റെ ലോക്കൽ ബോഡി സെലക്ട് ചെയ്യും. സബ്മിറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുകയും. സബ്മിറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുമ്പോൾ എനിക്ക് ഇവിടെ മാപ്പ് കാണാൻ പറ്റുന്നത്. ഇത് KSMART ആണ് ഈ മാപ്പ് അവൈലബിൾ ആക്കിയിരിക്കുന്നത്. ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റിൻ്റെ KSMART സോഫ്റ്റ്വെയറിനകത്താണ് ഈ മാപ്പ് അവൈലബിൾ ആക്കിയിരിക്കുന്നത്. നമ്മൾ ഇതിനെ എങ്ങനെ എക്സ്പോർട്ട് ചെയ്തെടുക്കുമെന്ന് മാത്രമാണ് പഠിക്കുന്നത്. ബാക്കി കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ചെയ്യുന്നതിന് ട്രെയിനിങ് കിട്ടും, അത് കൃത്യമായിട്ട് പറഞ്ഞു തരും. സെൻസസ് ഓഫ് ഇന്ത്യയുടെ പോർട്ടലിനകത്തേക്ക് ഇത് അപ്ലോഡ് ചെയ്യാനൊരു ഓപ്ഷനുണ്ട്, അതൊക്കെ നിങ്ങൾക്ക് ട്രെയിനിങ് കിട്ടിയിട്ടുണ്ടാവും. പക്ഷേ ഇതിൽ എങ്ങനെ ചെയ്യാം, ഇതെങ്ങനെ കൺവേർട്ട് ചെയ്തെടുക്കാമെന്നാണ്. പിന്നെ വരയ്ക്കാനും ഒക്കെ പഠിപ്പിച്ച് തരാൻ പോവുകയാണ്. അതിന് നമ്മൾ കീബോർഡിൻ്റെ F12 എന്ന് പറയുന്ന കീയിൽ പ്രസ് ചെയ്യുക. F12 കീയിൽ പ്രസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇവിടെ ഇങ്ങനെ കുറച്ച് ഓപ്ഷനുകൾ വരും. ഇതിനകത്തുനിന്ന് നമ്മൾ ഈ നെറ്റ്വർക്ക് എന്ന് പറയുന്ന നമ്മുടെ ടാബ്, അതായത് നമ്മൾ ആദ്യം എടുക്കുന്ന സമയത്ത് നമുക്ക് ഒരുപക്ഷെ നമുക്ക് ഇങ്ങനെയൊക്കെ ആയിരിക്കും കാണിക്കുന്ന കുറേ കോഡുകളൊക്കെ ആയിരിക്കും. നമ്മൾ ഇതിൽ നിന്ന് നോക്കിയിട്ട് നെറ്റ്വർക്ക് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ ബ്ലാങ്ക് ആയിരിക്കും. നമ്മൾ F5 കൊടുത്താൽ നമുക്കെല്ലാവർക്കും അറിയാം റിഫ്രഷ് ആവും. നമ്മുടെ ഈ എടുത്തിരിക്കുന്ന വെബ് സൈറ്റിൻ്റെ വിൻഡോ, ഇതൊരു HTML ഫയലാണ് നമുക്ക് ഈ മാപ്പ് കാണിച്ചു തരുന്നത്. ആ HTML ഫയലിൽ അത് റിഫ്രഷ് ആവുകയും ഇതിവിടെ താഴോട്ട് വരുമ്പോൾ നമുക്ക് ഒരു ഷേപ്പ് ജേസൺ ഫയൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ കോർഡിനേറ്റ്സും ഈ ഇത്തരം സംവിധാനങ്ങളെല്ലാം സ്റ്റോർ ചെയ്ത് വയ്ക്കുന്ന ഒരു ഫയലാണ്. അതായത് ഒരു ഡാറ്റാബേസിലേക്ക് സ്റ്റോർ ചെയ്യാതെ പകരം ഈ പോയിന്റുകളെയും, അതായത് ഷേപ്പ് ഫയലുകളുടെ പോയിന്റുകൾ വരയ്ക്കുന്ന അതൊക്കെ കോർഡിനേറ്റ്സ് എല്ലാം സ്റ്റോർ ചെയ്ത് വയ്ക്കുന്ന ഫയലാണ് ജേസൺ ഫയൽ. ഇതിലോട്ട് കൺവേർട്ട് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഷേപ്പ് ആക്കുന്നത്. അതിന് ഇതിൽ തന്നെ ക്ലിക്ക് ചെയ്യണം. ക്ലിക്ക് ചെയ്തിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഓപ്പൺ ഇൻ ന്യൂ ടാബ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരും. അത് പുതിയൊരു ടാബിനകത്ത് നമ്മൾ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഇതിന് സേവ് ആസ് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഈ പറയുന്ന JSON ഫയല് JSON ടൈപ്പായിട്ട് JSON ഫയല്, അതായത് ഇപ്പോൾ ഫൈനൽ കൊല്ലം പൂതക്കുളം, ഞാൻ ഡൗൺലോഡ്സിനകത്ത് സേവ് കൊടുക്കും. ഇത്രയും സേവ് ചെയ്ത് കഴിയുമ്പോൾ എൻ്റെ ഒരു സ്റ്റെപ്പ് കഴിഞ്ഞു. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ഈ മാപ്പ് എടുത്തു. ആ മാപ്പിനെ ഞാൻ അവിടെ നിന്നും ഇങ്ങനൊരു രൂപത്തിലാക്കി സേവ് ചെയ്ത് കഴിഞ്ഞു. സേവ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തതായിട്ട് ഞാൻ എടുക്കുന്നത് mapshaper.org എന്ന് പറഞ്ഞിട്ടൊരു വെബ്സൈറ്റാണ്. ഈ mapshaper.org വെബ്സൈറ്റ് ഞാൻ എടുത്താൽ എനിക്ക് ആദ്യം എടുക്കുമ്പോഴത്തേക്ക് ഇങ്ങനൊരു ഓപ്ഷൻ ആയിരിക്കും കാണിക്കുന്നത്, ഇമ്പോർട്ട് ഫയൽ എന്ന് പറഞ്ഞ ഓപ്ഷൻ. അതിനകത്ത് ഡ്രോപ്പ്, പേസ്റ്റ് ഓർ സെലക്ട് ഫയൽ ടു ഇമ്പോർട്ട്. ഞാൻ സെലക്ട് കൊടുക്കുന്നു. സെലക്ട് കൊടുത്തിട്ട് ഫൈനൽ കൊല്ലം പൂതപ്പുഴ ഈ ഓപ്പൺ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ട, അതായത് ഇതിൻ്റെ മാപ്പ് ഒരു ഷേപ്പ് ഫയലായിട്ട് എനിക്കിവിടെ കാണാൻ പറ്റും. കൃത്യമായിട്ട് നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മൾ ആ ഡേറ്റ ഉൾപ്പെടെയാണ് ഇതിനകത്ത് വന്നേക്കുന്നതെന്ന് മനസ്സിലാക്കുക. എന്നിട്ട് ഇവിടെ വലത് സൈഡിൽ എക്സ്പോർട്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട്. ഈ വലത് സൈഡിൽ സ്ക്രീനിൻ്റെ ഏറ്റവും മുകളിലായിട്ട് എക്സ്പോർട്ട്, ഇത് കാണാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ ഒന്നുകൂടി റിഫ്രഷ് ചെയ്തിട്ട് ഒന്നുകൂടി ഇമ്പോർട്ട് ചെയ്ത് നോക്കിയാൽ മതി, അവിടെ കാണാൻ പറ്റും. എക്സ്പോർട്ട് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കിതിനെ KML ഫയലായിട്ട് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റും. ഞാൻ ഇതേ പേര് തന്നെ വെച്ച്, പേരൊക്കെ മാറ്റാം, പേര് വെച്ച് ഞാൻ എക്സ്പോർട്ട് ചെയ്യുകയാണ് തിരിച്ചറിയാൻ വേണ്ടി. അപ്പോൾ ഫൈനൽ കൊല്ലം പൂതക്കുളം KML എന്ന് പറയുന്ന ഒരു
ഫയലായിട്ട് എക്സ്പോർട്ടായി. ഇനി ഞാൻ എടുക്കുന്നത് ഗൂഗിളിനകത്ത് വെറുതെ മൈ മാപ്സ്, ഗൂഗിൾ മൈ മാപ്സ് .google.com കൊടുത്തു കഴിയുമ്പോൾ ഓൾറെഡി ഇത് ഞാൻ പല വർഷം 2024 ഇലക്ഷനൊക്കെ ചെയ്ത കുറേ മാപ്പുകളൊക്കെ ഉണ്ട്. അതാണ് അതിൻ്റെ കൂട്ടത്തിൽ ഇവിടെ ക്രിയേറ്റ് എ ന്യൂ മാപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട്. അതിൽ ക്രിയേറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉപയോഗിച്ചാൽ നമുക്ക് ന്യൂ മാപ്പ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഈ മാപ്പിനകത്തേക്ക് നമ്മൾ ഇവിടെ ഒരു ലെയർ ഡിഫോൾട്ട് ആയിട്ടുണ്ടാവാം. അതിലൊന്നും വേണം നിങ്ങൾ മാറ്റം വരുത്തണമെന്നൊന്നുമില്ല. ഇമ്പോർട്ട് എന്ന് പറയുന്ന ഓപ്ഷനകത്ത് ക്ലിക്ക് ചെയ്ത് ബ്രൗസ് കൊടുത്ത് KML ഫയൽ, നമ്മൾ ഏറ്റവും അവസാനം ചെയ്ത KML ഫയൽ ഓപ്പൺ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഏത് പഞ്ചായത്തിൻ്റെ KML ആണോ കൊടുത്തത് അത് അതേപോലെ ഇവിടെ ഗൂഗിൾ മാപ്സിനകത്ത് വരും. ഇവിടെ നമുക്ക് സൂം ചെയ്ത് കൃത്യമായിട്ട് ഈ ബൗണ്ടറികൾ, റോഡുകൾ, വീടുകൾ എല്ലാം അറിയാൻ പറ്റുന്നതാണ്. കണ്ടോ, എന്തെങ്കിലും പ്രയാസമുണ്ടോ? ഇവിടെ വരയ്ക്കാൻ വേണ്ടി ഇവിടെ ഒരു ടൂളുണ്ട്, ഡ്രോ ലൈൻ, ആഡ് ലൈൻ ഓർ ഷേപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട്. ഇത് വെച്ച് നമുക്ക് വളരെ സിമ്പിളായിട്ട് വരയ്ക്കാൻ പറ്റും. ഇവിടെ ഇത് കട്ട് ചെയ്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഉണ്ടോ ഇങ്ങനെ കണ്ടോ. എന്നിട്ട് ഇതിന് ഒരു ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം. ചുമ്മാ ഞാൻ വെറുതെ കട്ടെന്ന് കൊടുത്തു. ഇത്രയും ഡിസ്ക്രിപ്ഷനുകൾ ഇതിനകത്ത് കൊടുക്കാൻ പറ്റും, കാരണം ഇത്രയും ഫീൽഡുകളുണ്ട്. സേവ് കൊടുത്താൽ നമ്മുടെ ഇവിടെ പുതിയൊരു ഡേറ്റയായിട്ട് ഇവിടെ സേവ് ആവും, കട്ടെന്ന് പറഞ്ഞിട്ട് കണ്ടോ. അപ്പോൾ ഇതിന് കൂടെ കിടക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും കാര്യങ്ങളാണ്. ജസ്റ്റ് ഇതിനകത്ത് ക്ലിക്ക് ചെയ്താൽ മതി, ഇതെന്താണെന്ന് കിട്ടും. വാർഡ് 13 ഇതിനകത്ത് ക്ലിക്ക് ചെയ്താൽ എന്ത് കിട്ടും? വാർഡ് 8. ആ 8ൻ്റെ എല്ലാ വിവരങ്ങളുണ്ട്. മൊബൈൽ നമ്പർ, ഇത് സർവേ ചെയ്ത സർവേയുടെ മൊബൈൽ നമ്പർ ഉൾപ്പെടെയുള്ള എല്ലാ വിവരങ്ങളും ഉണ്ട്. ഇത് എന്നാണ് സർവേ ചെയ്തത്, എന്ന് ക്രിയേറ്റ് ചെയ്തു, ഫീൽഡ് ID ഏതാണ്, എന്താണ് റിമാർക്സ്, എവിടെയാണ് ഈ സ്ഥലം, ഈ വാർഡിൻ്റെ ഒരു കോർഡിനേറ്റ്സ് ഒക്കെ വരുന്ന സ്ഥലം എവിടെയാണ്, അത് കൃത്യമായിട്ട് അറിയാൻ പറ്റും. അത് ഇവിടെ അടുത്ത മാപ്പ് ക്ലിക്ക് ചെയ്ത് നോക്കിയാൽ അറിയാൻ പറ്റും. കണ്ടോ, ചിലതിനകത്ത് കൊടുത്തിട്ടില്ല. പിന്നെ വാർഡിൻ്റെ പേരെന്താണ്, ഇങ്ങനെയുള്ള കൃത്യമായ വിവരങ്ങൾ കിട്ടുന്ന ഒരു സംവിധാനത്തിലേക്ക് നമുക്ക് പോകാം. അവിടെ നമുക്ക് ഇവിടെ എഡിറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്തിട്ട് ഇവിടെ ഈ ടൈറ്റിൽ, ഇവിടെ ഇപ്പം നമ്മൾ 3 എന്ന് കൊടുക്കുകയാണ്. സേവ് കൊടുത്താൽ ഇവിടെ ഈ അൺടൈറ്റിൽഡ് എന്നുള്ളത് 3 മാറും. നമുക്ക് പിന്നെ പെട്ടെന്ന് 3ാമത്തെ വാർഡ് ഏതാണെന്ന് നോക്കണമെങ്കിൽ ഇവിടെ മാത്രം ക്ലിക്ക് ചെയ്താൽ മതി. അങ്ങനെ സിമ്പിളായിട്ട് പോകാൻ പറ്റും. ഇങ്ങനെ ഓരോന്നിൻ്റെയും മാറ്റാൻ പറ്റും. ഇത് 12 എഡിറ്റ് കൊടുത്തിട്ട് 12 എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് സേവ് കൊടുത്താൽ നോക്കി 12ലേക്ക് ഇതാണ്ട് 3 ക്ലിക്ക് ചെയ്താൽ 3ാമത്തെ വാർഡ് സെലക്ട് ആവും. ഇതാണ് 3ാമത്തെ വാർഡ്. 12 ക്ലിക്ക് ചെയ്താൽ 12ാമത്തെ വാർഡ് സെലക്ട് ആവും. ഇതാണ് 12ാമത്തെ വാർഡ്. കണ്ടോ. അപ്പോൾ ഈ 12ാമത്തെ വാർഡാണ് നമ്മളിപ്പോൾ 2ആയിട്ട് മുറിച്ചത്. അപ്പോൾ ആ മുറിച്ചതിനെ നമുക്ക് ക്ലിക്ക് ചെയ്തിട്ട് ഡിലീറ്റ് ചെയ്യാം. കാരണം ഇതിന് ഇവിടെ കട്ടെന്ന് പറയുന്ന ഓപ്ഷനകത്ത് ക്ലിക്ക് ചെയ്തിട്ട് ഡിലീറ്റ് കൊടുത്താൽ മതി, അതങ്ങ് ഡിലീറ്റ് ആയിപ്പോവും. അപ്പോൾ അങ്ങനെ നമുക്ക് കൃത്യമായിട്ടും ഒരു വാർഡിനെ ഒരു മാപ്പാക്കി കിട്ടാൻ, ഇതിപ്പം ഞാൻ പറഞ്ഞത് ഇങ്ങനെ കണ്ടെത്താൻ വേണ്ടിയിട്ട് കുറച്ച് എളുപ്പത്തിന് വേണ്ടിയാണ്. പക്ഷേ ഇത് നിങ്ങൾക്ക് ചെയ്യാൻ സെൻസസ് ഓഫ് ഇന്ത്യയുടെ ഒരു സോഫ്റ്റ്വെയർ ഉണ്ട്. ഈ മാപ്പിൻ്റെ KML ഫയൽ ഇമ്പോർട്ട് ചെയ്തിട്ട് ചെയ്യാം. അതിൽ ഇമ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് ഇതിനൊക്കെ വരയ്ക്കാനൊക്കെ പറ്റും. നിങ്ങൾക്ക് സേവ് ചെയ്തിട്ടേക്കാൻ പറ്റും, പിന്നീട് ഉപയോഗിക്കാൻ പറ്റും. അതിനൊക്കെ ഒരു ലോഗിനുണ്ട്. അതിനൊക്കെ വളരെ സിമ്പിളായിട്ട് ഇപ്പോൾ ഇതിൽ വരച്ചു കഴിഞ്ഞാൽ അതിനകത്ത് വരയ്ക്കാൻ വളരെ സിമ്പിളായിരിക്കും. ഇതാണ്. അപ്പോൾ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഈ ഒരു സംവിധാനം എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. നന്ദി, നമസ്കാരം.